ആരാധകരുടെ ഒന്നടങ്കമുള്ള കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് മമ്മൂട്ടിയും ദുൽഖറും ഒന്നിക്കുന്നു. ദുൽഖർ സിനിമയിൽ വന്ന കാലം മുതൽ കേൾക്കുന്ന ചോദ്യമാണ് എന്നാണ് മമ്മൂട്ടിക്കൊപ്പം മൂവി ചെയ്യുന്നതെന്ന്. ആ ചോദ്യത്തിന് എന്തായാലും ഉത്തരമായി. മലയാളത്തിൽ ഏറെ ആരാധകരുള്ള ഒരു താരപുത്രനാണ് ദുൽഖർ. മമ്മൂട്ടിയും ദുൽഖറും ഒരുമിക്കുന്ന ഒരു ചിത്രത്തിനായിട്ട് മലയാളി പ്രേക്ഷകർ ഒരുപാട് നാളുകൊണ്ടേ കാത്തിരിക്കുകയാണ്. പ്രേക്ഷകരുടെ ഇഷ്ടം തൊട്ടറിഞ്ഞതുപോലെ ഇരുവരും ഒരുമിക്കുന്നതായിട്ടാണ് വിവരം. ദുൽഖറിന് കരിയറിൽ ബ്രേക്ക് നൽകിയതും അതുപോലെ തന്നെ മമ്മൂട്ടിക്കൊരു മാസ് ഹിറ്റ് മൂവി നൽകിയതുമായിട്ടുള്ള ടീമാണ് ഈ ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് വിവരം. മമ്മൂട്ടി തന്റെ കരിയറിൽ 400 ചിത്രങ്ങളിലേക്ക് എത്തുകയാണ്. മമ്മൂട്ടിയുടെ 400ാം ചിത്രത്തിലാണ് ദുൽഖറും ഒന്നിക്കുന്നതായി റിപ്പോർട്ടുള്ളത്. മലയാളത്തിലെ പുതിയ നിരവധി താരങ്ങൾക്കൊപ്പം ദുൽഖർ അഭിനയിച്ചെങ്കിലും ഇതുവരെ മമ്മൂട്ടിക്കൊപ്പം ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല. മമ്മൂട്ടിയെയും ദുൽഖറിനെയും ഒരുമിപ്പിക്കുന്ന ചിത്രത്തിന് പിന്നിൽ അൻവർ റഷീദ്, അഞ്ജലി മേനോൻ ടീം ഒന്നിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ. അഞ്ജലി മേനോൻ തിരക്കഥ രചിക്കുന്ന ചിത്രം അൻവർ റഷീദാണ് നിർമ്മിക്കുന്നത്. അൻവർ റഷീദ്, അഞ്ജലി മേനോൻ ടീം അവസാനമായിട്ട് ഒന്നിച്ചത് ദുൽഖറും നിവിനും ഫഹദും ഒന്നിച്ച ബാംഗ്ലൂർ ഡേയ്സിനായിരുന്നു. ദുൽഖറിന്റെ കരിയറിൽ ബ്രേക്ക് നൽകിയ ഉസ്താദ് ഹോട്ടലിന്റെ തിരക്കഥ അഞ്ജലി മേനോൻ ആയിരുന്നു. അൻവർ റഷീദ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. അമൽ നീരദാണ് ഈ ചിത്രത്തിന് പിന്നിലെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചിത്രം അൻവർ റഷീദ് തന്നെ സംവിധാനം ചെയ്തേക്കുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മമ്മൂട്ടിയെ നായകനാക്കി ബിഗ് ബി, ദുൽഖറിനെ നായകനാക്കി CIA എന്നീ ചിത്രങ്ങൾ അമൽ നീരദ് സംവിധാനം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയും ദുൽഖറും ഒന്നിക്കുമ്പോഴുള്ള ബോക്സ് ഓഫീസ് നേട്ടം മുന്നിൽ കണ്ട് പലരും ഇവരെ ഒന്നിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതൊന്നും ഇതുവരെ സഫലമായിട്ടില്ല. മികച്ച തിരക്കഥയ്ക്ക് വേണ്ടി ഇരുവരും കാത്തിരിക്കുകയായിരുന്നു. ഫാൻസ് എല്ലാം മമ്മൂട്ടിയുടെ 400ാം ചിത്രം ആഘോഷമാക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവർക്ക് ഇരട്ടി മധുരമായിട്ടാണ് ഈ ചിത്രത്തെ കുറിച്ചുള്ള പുതിയ വാർത്തകൾ. ഗ്രേറ്റ് ഫാദറിന്റെ ഗംഭീര വിജയം മമ്മൂട്ടി ആരാധകരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നുണ്ട്. മമ്മൂട്ടിയും മകനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിൽ ദുൽഖറിന്റെ അച്ഛനായിട്ടാണോ ഇനി മമ്മൂട്ടി എത്തുന്നത് എന്നാണ് അടുത്തതായിട്ട് അറിയേണ്ടത്. അതിനി കാത്തിരുന്ന് തന്നെ കാണണം. ഈ ചിത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ദുൽഖറിനെ നായകനാക്കി അഞ്ജലി മേനോൻ തന്റെ അടുത്ത ചിത്രം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ദുൽഖറിനെ മാറ്റി പൃഥ്വിരാജിനെ ചിത്രത്തിലേക്ക് തിരഞ്ഞെടുത്തു. ദുൽഖർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ തന്റെ അച്ഛൻ തന്നെയായിരുന്നു എന്ന്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയദർശന്റെ മകൾ കല്യാണിയുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ കല്യാണിയുടെ അമ്മ ലിസി തന്നെയാണ്. കഴിഞ്ഞ മദേഴ്സ് ഡേയിൽ അമ്മയുടെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തിയാണ് കല്യാണി ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. അമ്മയുടെ സൗന്ദര്യത്തിനും സൗകുമാര്യത്തിനും ഒപ്പം എത്താനുള്ള നിരന്തര പരിശ്രമമാണ് തന്റെ ജീവിതം എന്നാണ് കല്യാണി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. ഒരു ദിവസം അമ്മയുടെ അത്രയും സൗന്ദര്യം എനിക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഈ താരപുത്രി പറയുന്നു. അനുകരണമാണ് മുഖസ്തുതിയുടെ ഏറ്റവും മികച്ച മാതൃകയെന്നും കല്യാണി അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ന്യൂയോർക്കിലെ പഠനത്തിനൊക്കെ ശേഷം അച്ഛന്റെ വഴിയെ സിനിമയിലേക്ക് തന്നെ തിരിയാനാണ് കല്യാണിയുടെ പ്ലാൻ. ഇരുമുഖൻ എന്ന വിക്രമിന്റെ ചിത്രത്തിൽ അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടർ ആയിരുന്നു കല്യാണി. കല്യാണി അമ്മയുടെ സൗന്ദര്യത്തിൽ അസൂയപ്പെടുന്നതിൽ തെറ്റു പറയാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ലിസി ഇപ്പോഴും കാണാൻ അതീവ സുന്ദരി തന്നെയാണ്. പ്രിയനുമായിട്ടുള്ള വിവാഹമോചനത്തിന് പിന്നാലെ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് ലിസി. മാജിക് ലാന്റേൺ എന്നുള്ള പ്രിവ്യൂ തിയേറ്ററും ഡബിംഗ് സ്റ്റുഡിയോയും ഒക്കെ ആയിട്ട് ചലച്ചിത്ര രംഗത്ത് ലിസി വളരെ സജീവമാണ്.